വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റവന്യൂ മിനിസ്റ്ററാണ് കെ രാജൻ, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് മുണ്ടക്കൈ ചൂരൽമലയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണ സമിതിയിലെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ നേതാവാണല്ലോ മുഖ്യമന്ത്രി. തൻ്റെ നേതാവിനെയും തൻ്റെ നേതാവിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആ സമിതിയുടെയും ഇംഗിതങ്ങളെ നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു വലിയ ലെഫ്റ്റനൻ്റ് തന്നെയാണ്, വലിയൊരു ഒരു സേനാ നായകൻ തന്നെയാണ് രാജൻ. കുത്തിത്തിരിപ്പുകൾക്ക് നമ്മൾ പറയുന്ന പോലെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. എന്തൊരു ബ്രെഡ് പൂത്ത കഥയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ബ്രെഡ് പൂത്ത കഥയൊക്കെ പോയി നിന്ന് നേരെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു ചിത്രമുണ്ട്. അതിറക്കിയ ആളുകൾ പിന്നീട് കേരള ചരിത്രത്തിൽ എങ്ങനെയാണ് മാറിയത് എന്നുള്ളത് നമുക്കറിയാം. അതാണ് അവരുടെ സ്വഭാവം. പക്ഷേ അതല്ല മനുഷ്യർ സ്വീകരിക്കുന്ന സ്വഭാവം. അതിനകത്ത് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സഹയാത്രികനോ സഹകാരിയോ സഹപ്രവർത്തകനോ രാജൻ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ലു മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിന്റെ മീതെ കല്ല് കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യന്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. 178 മനുഷ്യ ജീവിതങ്ങൾ. ഞാൻ കുറച്ചു നേരത്തെ ഈ വേദിയുടെ ഈ സദസ്സിന്റെ നടുവിലിരിക്കുന്ന ശോഭന ചേച്ചിയെ കണ്ടു. അവർക്ക് കിട്ടിയിട്ടുള്ളത് 92-ാം നമ്പർ വീടാണ്. കെട്ടിപ്പിടിച്ച് ഒരുപാട് നേരം കരഞ്ഞു. അവര് മുഖ്യമന്ത്രിയോട് പറയാൻ ഒരു കാര്യം എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് മരണപ്പെട്ടുപോയ മകളായി ഇനി ഞാൻ ഈ 92-ാം നമ്പർ വീടിനെ കാണും, സ്വന്തമായി നഷ്ടപ്പെട്ട ഒരു മകൾക്കു പകരമായി എന്ന് ശോഭന ചേച്ചി പറഞ്ഞപ്പോ കയ്യിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുക എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അനുഭവമുണ്ടായി. എങ്ങനെ ഈ വിജയഗാഥ കേരളത്തിൽ തീർക്കാനായി? ഒരു നഗരമെന്ന മുൻപരിചയങ്ങളില്ലാത്ത മുന്നനുഭവങ്ങളില്ലാത്ത ഒരു നാട്ടിൽ സഹായിക്കേണ്ടവർ പോലും കേന്ദ്ര ഗവൺമെന്റ് അടക്കം ക്രൂരമായ സമീപനത്തോടെ കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോഴും കേരളം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്, അവസാനത്തെ ദുരന്ത ബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോകമലയാളം എന്ന യാഥാർത്ഥ്യം.